ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ബ്യൂട്ടി സീക്രട്ട്. എൻ്റെ പേര് പൂർണിമ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഇന്ന് നമ്മൾ അലോവേര ജെൽ എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നോക്കണത്. ഞാൻ 2 മെത്തേഡിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് സൗകര്യമെങ്കിൽ ആ മെത്തേഡിൽ യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ അലോവേര പ്ലാന്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മളിങ്ങനെ കുത്തി നിർത്തണം. അതിൽ നിന്നൊരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും. അത് നമ്മുടെ സ്കിന്നിലെ ഹെയറിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത അലർജി ഉണ്ടാക്കും. എന്നിട്ട് ഒരു 7-8 പ്രാവശ്യം ആ ജെല്ല് മാത്രം എടുത്തിട്ട് ആ ജെല്ല് നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ 2 മെത്തേഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിനെ ആദ്യം പകുതി ആക്കി മാറ്റണുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊട്ടാറ്റോ ജ്യൂസ് എടുത്ത് ഇങ്ങനെ അനക്കാതെ നമ്മൾ ഒരു 1-2 മണിക്കൂർ വെക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റാർച്ച് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ അലോവേര ജ്യൂസ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റാർച്ച് ഉണ്ടല്ലോ, ഈ സ്റ്റാർച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം സ്റ്റാർച്ച് ആയതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊരു ചെറുതായിട്ടും ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറും. ഞാനിവിടെ വല്ലാതെ തിക്കാക്കണില്ല. കാരണം ഇത് പൊട്ടാറ്റോ സ്റ്റാർച്ച് ആയതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. ഫ്രിഡ്ജിൽ വെക്കണ സമയത്ത് അതിലിരുന്ന് ഒന്നും കൂടി തിക്കാവും. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് ലൂസി കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയണത്, നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അലോവേര ജ്യൂസ്. ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സാന്തൻ ഗം ആഡ് ചെയ്യുന്നുണ്ട്. സാന്തൻ ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ തിക്കനിങ് ഏജൻ്റാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എഡിബിളാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് വേണം മിക്സ് ആക്കാൻ. കാരണം സാന്തൻ ഗം ഗ്ലിസറിനിലേ മിക്സ് ആവുള്ളൂ. അപ്പോൾ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അലോവേര ജ്യൂസ്. ആ അലോവേര ജ്യൂസ് ഒന്നില്ലെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഈ സാന്തൻ ഗമ്മും മിക്സ് ആക്കിയത് അലോവേര ജ്യൂസിലേക്ക് ഒഴിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് അത് കട്ടയായിട്ട് നമ്മൾ ഒഴിക്കരുത് കേട്ടോ. ആ സാന്തൻ ഗം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ അലോവേര ജ്യൂസിലേക്ക്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണതായിരിക്കും നല്ലത്. അങ്ങനെ മിക്സാക്കി വരുമ്പോൾ നല്ലോണം അങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ഇപ്പം ഞാൻ മറ്റേ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കണത്. കാരണം അത് അതിൽ വെക്കുമ്പോൾ തിക്കാവുകയെ ഫ്രിഡ്ജിൽ. എന്നിട്ട് നമ്മൾ എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. രണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. ഇതൊന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.